എന്തിനാ കുഞ്ഞോളെ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ബാധ്യത ആയിട്ട് ജീവിച്ചിരിക്കണത്? അന്റെ ഈ ജീവിതം കൊണ്ട് ഇനി ആർക്ക് എന്ത് ഗുണാനുള്ളത്? ഒരിക്കലും ആരിസാഖാന്റെ ജീവിതത്തിലേക്ക് ഇനി എനിക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടാവൂല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ ഈ ജീവിക്കണത്? ഇജ് ജീവിച്ചിരിക്കും കാലം മറ്റുള്ളവരുടെ സന്തോഷ സമാധാനം കൂടിയാണ് ഇല്ലാണ്ടാവുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും ഈ എന്റെ ജീവിതം തീർക്കാൻ നോക്ക്. ഞാൻ തീർന്നു കൊടുത്ത എല്ലാവർക്കും സമാധാനമാവുമോ? എൻ്റെ ജീവിതം ഞാനായിട്ടുണ്ട് തീർത്ത ബാക്കി എല്ലാവരും സന്തോഷത്തിലാവോ? ആവാതെ പിന്നെ ഇപ്പൊ എല്ലാരും സമാധാനക്കേട് ഈ ഒരാൾ മാത്രാണ്. ഇജ് തീർന്ന എല്ലാം ശരിയാവും. ഞാൻ കാരണം ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആർക്കും ഒരു ശല്യമായിട്ട് ഞാൻ മാറില്ല. എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാം. ഹലോ സൽമാത്ത, എന്തേ? ആ കുഞ്ഞോളെ, ദിലു എന്തേ? ഓളെ ഫോണിൽ അടിച്ചിട്ട് എടുക്കണില്ലല്ലോ. ഓള് ഇവിടെ തന്നെ ഉണ്ട് സൽമാത്ത. ഇപ്പൊ കുറച്ചു നേരമായിട്ടുള്ളൂ ഈ റൂമിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട്. ആണോ? എന്നാ കേട്ടിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ 2 തവണ അടിച്ച് നിന്നിട്ട് കിട്ടാഞ്ഞപ്പോഴാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയത്. അല്ല, എന്താ എൻ്റെ ശബ്ദം വല്ലാണ്ടിരിക്കണേ? ഇജ് കരയായിരുന്നാ? ഞാനെന്തിനാ കരയണേ? ഇമ്മക്ക് എങ്ങനെയുണ്ട് സൽമാത്ത? ആ, ഞാൻ ഉമ്മയുടെ കാര്യം പറയാൻ കൂടിയാണ് വിളിച്ചത്. ഇപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോഴേ ഇമ്മക്ക് നല്ല മാറ്റമുണ്ട്. നാളെ രാവിലത്തെ ഇഞ്ചക്ഷനും കൂടിയും കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അൽഹംദുലില്ലാ. ഞാൻ കാരണം ഇമ്മയും കൂടി ഒരുപാട് ഇടങ്ങറായില്ലേ സൽമാത്ത? നിങ്ങളെല്ലാവരും ഇനി ഒരുപാട് വെറുത്തു പോയില്ലേ? അങ്ങനൊന്നുമില്ല കുഞ്ഞോളെ. കാര്യം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മറക്കാനും പൊറുക്കാനൊന്നും ഞങ്ങൾ ആരും മനസ്സിൽ നിന്നും പറ്റിന്ന് വരില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് അന്നെ പൂർണ്ണമായിട്ടാണ് വെറുത്ത് കളയാൻ ഞങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റൂല. നോക്കൂ കുഞ്ഞോളെ, ദിലു വിളിച്ചപ്പോൾ പറഞ്ഞേ ഇച്ച് നേരത്തിന് ഇപ്പോഴും ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിക്കണില്ലാന്നും ഉറക്കമില്ല, എപ്പോഴും റൂം അടച്ചിരുന്ന് കരച്ചിൽ തന്നെയാണെന്നൊക്കെ. നോക്ക്, പറ്റാനുള്ളതൊക്കെ പറ്റി. ഇനിയിപ്പോൾ അതെന്നെ ആലോചിച്ച് ഇജ് ഇങ്ങനെ റൂം അടച്ചിരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ഇജ് ചെയ്ത തെറ്റ് അനക്കിപ്പോൾ നല്ലോണം ബോധ്യമായിട്ടില്ലേ? ബാക്കിയൊക്കെ പഠിച്ചവനക്ക് വിട്ടുകൊടുക്ക്. അറിയാം സൽമാത്ത, പഠിച്ചവനക്ക് മാത്രമേ ഇനിൻ്റെ മുകളിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. അത് ഇപ്പം ശരിക്കും എനിക്ക് മനസ്സിലായി. ഇമ്മാനെ നാളെ ഡിസ്ചാർജ് ആക്കുമെന്ന് ഉറപ്പല്ലേ സൽമാത്ത? നിക്ക് ഉമ്മാനെ ഒന്ന് കാണണം. അതിനെന്താ, ഞങ്ങൾ ഉമ്മാനായിട്ട് അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ആദ്യം ഇജ് ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് ഇമ്മ വരുമ്പോത്തിന് ഇജൊന്ന് ഉഷാറാവാൻ നോക്ക്. കഴിഞ്ഞതൊക്കെ തന്നെ ഇങ്ങനെ ആലോചിച്ചെങ്ങാണ്ട് ആ റൂമിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കുടി വിട്ട് പോകും മോളെ. അതുകൊണ്ട് സൽമാത്താടെ കുട്ടി അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ആദ്യം ദിലുവിൻ്റെ കൂടെ എന്തിനെങ്കിലുമൊക്കെ ഒന്നോട് കൂടി വെക്ക്. അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തേക്കെങ്കിലും വെറുതെ കുറച്ച് നേരത്തിനൊന്നുകൊണ്ട് ഇറങ്ങി വെക്ക്. അപ്പം തന്നെ എനിക്ക് മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും.
ആ അല്ല, മൂത്തമ്മ വന്നില്ലേ? ആ എത്തിക്കണ്, പുറത്തുണ്ട്. ഇന്നായിക്കോട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണ്ടിട്ടാ. തിലുവിനോട് പറഞ്ഞാള് ഇമ്മാനെ രാവിലെ ഡിസ്ചാർജ് ആക്കുമെന്ന്. ശരി എന്നാ. കൊണ്ടേ ഞാനീ കബറിനുള്ളിലെ കാറ്റു വീശണ കുളിര് കൊണ്ടേ കനവ് കണ്ടേ ഞാനീ മണ്ണിനടിയിലെ വേരു പൂക്കണ പൂവ് കണ്ടേ പിരീശം കൊണ്ടേ ഞാനീ കബറിനുള്ളിലെ കാറ്റു വീശണ കുളിര് കൊണ്ടേ കനവ് കണ്ടേ ഞാനീ മണ്ണിനടിയിലെ വേരു പൂക്കണ പൂവ് കണ്ടേ കരളിനുള്ളിലെ കടലിലൊഴുകണ കപ്പലായി ഞാനാടി കനവു പെറ്റൊരു കബറിനുള്ളിലെ വെയിലേറ്റുവാടി കരളിനുള്ളിൽ കടലിലൊഴുകണ കപ്പലായി ഞാനാടി കനവു പെറ്റൊരു കബറിനുള്ളിലെ വെയിലേറ്റുവാടി വെണ്ണിലാവിൻ താരകങ്ങൾ മണ്ണിനെ പുൽകി വെണ്ണിലാവിൻ താരകങ്ങൾ മണ്ണിനെ പുൽകി ഇരുളു കേറി കബറിനുള്ളിൽ വെളിച്ചം തട്ടി ഇരുളു കേറി കബറിനുള്ളിൽ വെളിച്ചം തട്ടി വെളിച്ചം തട്ടി. എൻ്റെ ആരിസ്കാക്ക് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്നറിയാം. എത്ര മാപ്പ് പറഞ്ഞാലും ഒന്നിനും ഒരു പരിഹാരം ആവില്ല എന്നും അറിയാം. ഒക്കെ പറ്റിപ്പോയി. എല്ലാത്തിനും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ആരിസ്ക വിശ്വസിച്ചാലോ ഇല്ലെങ്കിലും ഒരു സത്യം ഞാൻ പറയാം. ആരിസ്കാനെ ഞാൻ സ്നേഹിച്ചതും ഒരിക്കലും ഒരു അഭിനയമായിരുന്നില്ല. എനിക്ക് ആരിസ്കാനെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെല്ലാം വെറുത്ത ഈ ലോകത്ത് എനിക്കിനി ജീവിക്കണ്ട. ഞാൻ മരിക്കുകയാണ്. ഞാൻ കാരണം ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. എൻ്റെ മരണത്തിന് ഞാൻ മാത്രമാണ് കാരണക്കാരി. ഇതിൻ്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരെയും ഒരുപാട് വേദനിപ്പിച്ചു. ഇനി എൻ്റെ കാരണം ആർക്കും ഒരു പ്രശ്നം വേണ്ട. ഇതെൻ്റെ മരണമൊഴിയായി കണക്കാക്കുക. എൻ്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി എന്ന് സ്വന്തം കുഞ്ഞോള്.
കുഞ്ഞോളെ എന്റെ ഫോൺ അടിക്കണ്ട അമ്മ, എന്റെ ഫോൺ അടിക്കണ്ട നോക്കി. ആരെ പത്ര രാവിലെ തന്നെ. ഹലോ, എന്താ കുട്ടിയെ? എന്താ അമ്മയുടെ കുട്ടി ഇത്ര രാവിലെ തന്നെ? ഒന്നുമില്ല അമ്മ, അവിടെ എല്ലാവർക്കും കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. എന്താ അമ്മയുടെ കുട്ടിയുടെ ശബ്ദം വല്ലാണ്ടിരിക്കണത്? എനിക്ക് വയ്യായി ഒന്നുമില്ലല്ലോ. ഏയ് ഒന്നുമില്ല അമ്മ, ഞാൻ വേണ്ടാത്ത സ്വപ്നം കണ്ടു. പിന്നെ കിടന്നപ്പോട്ട് ഉറക്കം വന്നതുമില്ല. നിങ്ങൾ കുഞ്ഞോൾക്ക് വിളിക്കുക എന്നിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നാ? ഇല്ല, ഏജി പറഞ്ഞല്ലാണ്ട് ഇനി ഞങ്ങളോട് ആരോടും അങ്ങോട്ട് വിളിക്കരുതെന്നും പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളാരും പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഇമ്മാടെ കുട്ടി ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. പിന്നെ ഇപ്പോഴത്തെ ഈ വാശിയും ദേഷ്യമൊക്കെ കുറഞ്ഞെന്ന് തോന്നുമ്പോൾ പറ്റിച്ച അമ്മയുടെ കുട്ടി ഓൾക്കൊന്ന് വിളിച്ചു നോക്കും ചെയ്യോണ്ടി. ഏയ് അതൊന്നും ശരിയാവില്ലമ്മ. ഉമ്മ വെച്ചോളെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി എന്നാ. എൻ്റെ കുട്ടിയുടെ മനസ്സമാധാനം മൊത്തം പോയി കൊടുക്കാറുണ്ട്. എന്നാ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുക. എന്തമ്മ, ആരെ വിളിച്ചിരുന്ന? കാക്കി വിളിച്ചത് ആണോ? എന്തേ പറഞ്ഞേ? നിക്കറിഞ്ഞൂടാ, എന്തോ വേണ്ടാത്ത സ്വപ്നം കണ്ടെന്നോ പിന്നെ കിടന്നപ്പോൾ ഉറക്കം വന്നില്ലാന്നോ ഒക്കെ പറഞ്ഞ്. എന്ത് സ്വപ്നത്തിന്റെ കാര്യം നിങ്ങൾ രണ്ടോടും കൂടി പറഞ്ഞേ? ആരിസ്ക്ക് എത്ര വിളിച്ചിട്ടുണ്ടായിരുന്നത്? എന്തോ ദുസ്വപ്നം കണ്ട് പിന്നെ ഉറക്കം വന്നില്ല എന്നൊക്കെ പറഞ്ഞെന്ന്. അത് പറയമ്മ. എന്ത് സ്വപ്നം? എന്താ കാര്യം നിങ്ങൾ ചോദിച്ചില്ലേ? അതൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ആരെങ്കിലും കുഞ്ഞോൾക്ക് വിളിക്കേ കാണേ മറ്റോ ചെയ്തിരുന്നോ ചോദിച്ചിട്ടാ. അതിന് നമ്മളോട് മൂന്നാളോടും ഓൾക്കിനി വിളിച്ചു പോവരുതെന്ന് ആരിസ്കന്നല്ലേ പറഞ്ഞത്. പിന്നെ നമ്മളെങ്ങനെ വിളിക്കുക? അത് ഞാൻ തന്നെ അവനോട് പറഞ്ഞേ. മാത്രല്ല ഉമ്മാടെ കുട്ടിയുടെ മനസ്സ് ശാന്താകാണിച്ചാൽ പറ്റിച്ച ഓൾക്കൊന്ന് വിളിച്ചു നോക്കണ്ടെന്നും കൂടി പറഞ്ഞു ഞാൻ. അപ്പം എന്താ ഓൻ പറഞ്ഞത്? വിളിച്ചു നോക്കാന്നോ മറ്റോ പറഞ്ഞാ? അനക്കെന്താ കിട്ടിക്കണത്? അതൊന്നും ഇനി ശരിയാവൂല. ഇമ്മ ഫോൺ വെച്ചോളൂ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണും വെച്ച്. എന്തായാലും ആകെ കൊടുത്തും വിട്ട പോലെ എൻ്റെ കുട്ടിയുടെ മനസ്സ്. നല്ലപോലെ ഒന്ന് ഉറങ്ങാൻ കൂടിപ്പം അതിന് പറ്റണില്ല തോന്നണം. ഓളെ നമ്പർ വാട്സപ്പിൽ നിന്നും കോൾ ലിസ്റ്റിൽ നിന്നൊക്കെ ആരിസ്ക്ക് ബ്ലോക്ക് ചെയ്തിക്കണമെന്ന് എന്നാൾ പറഞ്ഞിരുന്നു എന്നോട്. അതുകൊണ്ടിപ്പോൾ ഓൾക്കും വിളിക്കാനും മെസ്സേജ് അയക്കാനൊന്നും പറ്റുണ്ടാവില്ല. ഇതിൽ ഇനി നമ്മൾ ആര് എന്തിങ്ങനെ പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഓൻ്റെ ഉള്ളിൽ ഓളോടുള്ള വെറുപ്പ് അലിഞ്ഞില്ലാണ്ടാവണമെങ്കിൽ പടച്ചോൻ തന്നെ എന്തേലും മായാജാലം കാണിക്കുക തന്നെ വേണം. ഓളെ മനസ്സിപ്പം നല്ലതാണെങ്കിൽ, ഓളെ മനസ്സിലിപ്പോൾ കള്ളത്തരങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും പടച്ചോൻ തന്നെ ഓലെ ഒന്നിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി തരട്ടെ. ആ ഒരൊറ്റ പ്രാർത്ഥന കുട്ടികളെ ഇപ്പം എൻ്റെ ഉള്ളിലുള്ളൂ. പടച്ചോൻ ഇനി ഓരോ ഒന്നിപ്പിക്കാൻ വെച്ചിക്കണമെങ്കിൽ ആ ജീവിത ഹയറാണെങ്കിൽ മാത്രം ഒന്നിപ്പിക്കട്ടെ. അല്ലാച്ചാൽ ഇതോടൊക്കെ ഞങ്ങളൊക്കെ തട്ടി നീങ്ങി പോവുകയും ചെയ്യട്ടെ.
ഉമ്മാക്കുള്ള മരുന്ന് എടുത്തു കൊടുക്ക സൽമാത്ത. ആദ്യം എടുത്തു കൊടുക്കണ്ട് മരുന്ന്. ഞാനേ ആശുപത്രിയിൽ നിന്ന് കൊടുന്ന ഉമ്മാന്റെ ഡ്രസ്സുകളും ഈ പൊതുപ്പോളും ഒക്കെ ഒന്ന് അലക്കിടട്ടെ. ആ അല്ല, മൂത്തമ്മ അവിടെ? മൂത്തമ്മ അത് പോവാൻ മാറ്റണേ. ഞാൻ പറഞ്ഞിട്ടൊന്നും അത് കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോവാന്ന്. അത് മൂത്താപ്പൻ ഇട്ടുങ്ങാണ്ട് അങ്ങനെ മാറിക്കൊന്നുമില്ല. ഇന്നാ തന്നെ എന്റെ കാര്യം ആയതുകൊണ്ടാ പറഞ്ഞേക്ക് വന്നത്. അത് ഇന്നലെ ബസ്സിലാണ് വന്നിക്കണത്. ഇനിയിപ്പോ ഇന്നും അതുപോലെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനോട് കൊണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. അല്ലാന്നുണ്ടെങ്കിലേ അത് ആ ബസ്സും കയറിട്ട് തന്നെ പോവുള്ളൂ. വണ്ടി വെച്ച് പോകുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നില്ല. ആദ്യം കൊണ്ടാക്കി കൊടുത്തോളൂ. ഒന്നുമില്ലാന്നുണ്ടെങ്കിലും നമ്മൾ വിളിച്ചേക്ക് പറഞ്ഞെത്തി വന്നില്ലേ പാവം. അത് ശരിയാണ്. പിന്നില്ലേ മൂത്തമ്മ കുഞ്ഞോളെ കുറിച്ച് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാ? ഇന്നലെ മൂത്തമ്മാനെ അറിയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഞാൻ കുഞ്ഞോളോട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഓളോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടുങ്ങാണ്ട് ആ മൂത്തമ്മ വന്നത്. പിന്നെ ഒന്നും പറയണ്ട. ഓളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷേ പിന്നെ ഓളൊന്നും പറയാൻ ബാക്കിയൊന്നുമില്ല. കണ്ണ് പൊട്ടുന്ന രീതിയിലുള്ള ചീത്തയോളെന്നല്ല പറയുന്നത്. വെറുതെ അല്ലട്ടെന്നാലേ ഞാൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാനിട്ടേ കുഞ്ഞോളെ ഫോണിലേക്ക് അന്നലെ വൈകുന്നേരം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓളെ ശബ്ദമൊക്കെ പാടി കേട്ടപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്ത് ഇജെന്താ കറിയായിരുന്നു എന്ന്. അപ്പം മൂത്തമ്മ ചീത്ത പറഞ്ഞതിൻ്റെ ഇതിലായിരിക്കൂലേ. മൂത്തമ്മ മാത്രമല്ല, ഇന്നലെ ഓൾ ഉമ്മാക്കുള്ള കഞ്ഞി കരിച്ചളഞ്ഞ ദേഷ്യത്തിനെ ഞാനും ഇന്നലെ വായി തോന്നി എന്തൊക്കെയാ പറഞ്ഞേക്കണം. രാത്രി ആയപ്പോൾ പിന്നെ നിക്കന്നെ തോന്നി അത്ര ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന്. കുറച്ച് ഓവറായിപ്പോയി ഞാനും പറഞ്ഞത്. സാറില്ല, ഒക്കെ ഓളെ നല്ലതിന് വേണ്ടിട്ട് തന്നെയല്ലേ. എന്തായാലും ഇപ്പോൾ ഓളെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. ഇനി ആരിസിന്റെ മനസ്സിലും കൂടി ഓളെ പേരിൽ ഇച്ചിരി അലിവ് തോന്നിയിരുന്നെങ്കിലെന്ന് തോന്നിപ്പോകും ചിലപ്പോ. പക്ഷെ എന്താ കാട്ടുക, നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. ആ ഒരു തോന്നല് ഇന്ത്യ അതിൻ്റെ ഒക്കെ ഉള്ളിലുണ്ട് സൽമാത്ത. ഇന്നലെ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നേ ചെയ്തിരിക്കണം. പക്ഷേ ഇന്നലത്തെ ആ പ്രഷറിൽ ഞാൻ ഓളോട് എന്തൊക്കെയാ പറഞ്ഞു. പിന്നെ ആദ്യം എന്നോട് പറഞ്ഞത് വല്ലാണ്ട് അടുപ്പും സ്നേഹമൊന്നും ഓളിൽ ഇപ്പം തന്നെ അങ്ങോട്ട് പ്രകടാക്കണ്ടാന്ന്. ഓള് ചെയ്ത തെറ്റോള് ഓൾക്ക് തന്നെ നല്ലൊന്ന് ബോധ്യമാവട്ടെ എന്നൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഓളൊരവസ്ഥ കാണുമ്പോഴേ ശരിക്കും ഓൾക്ക് മനസ്സിലാവുന്നുണ്ട് ഓള് ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണെന്ന്. ഞാൻ ഇന്നലെ അത്ര ഒന്നും പറയേണ്ടിയിരുന്നില്ല. അല്ല, സമയം 10-10:30 ആവായി തുടങ്ങിയില്ലേ? ഓള് ഇതുവരെ നീട്ടിട്ടും ചാടിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ കുട്ടി ഇനി പട്ടിണി കിടന്നിട്ടാവും അടുത്തെന്തെങ്കിലും വരുത്തിണ്ടാക്കുക. ഞാനൊന്ന് പോയി വിളിച്ചു വെക്കാലോ സൽമാത്ത. ഓളിന്നലെ രാത്രി ചോറും തിന്നിട്ടില്ല. മൂത്തമ്മ കാണുമ്പോൾ ഓരോന്നങ്ങനെ പറഞ്ഞതുകൊണ്ടേ റൂമിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങിയിട്ട് തന്നെ ഇല്ല. ഇന്നലെ ചോറുന്നാ നേരത്തെ രാത്രി ഞാൻ കുറേ വിളിച്ചു നോക്കി. നിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന്. ഇന്ന് അച്ഛന്ന് പോയി വിളിച്ചു വെക്കടി. നീട്ടിട്ട് ഓളോടെ ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ അവിടെ തന്നെ കിടന്നോ എന്ന് പറഞ്ഞാളെ. എന്തായാലും മനഃപൂർവ്വം വന്നില്ലല്ലോ. ഇടങ്ങോറോണ്ടേക്കാരം. കുറച്ചും കൂടിയൊക്കെ കണ്ട് കഴിയുമ്പോൾ താനണ്ട് ശരിയായിക്കോളും. ഇനിയിപ്പോൾ ഓളിങ്ങനെ കിടക്കുന്നത് കണ്ടുകാണ്ടേ ആദ്യം ഒച്ചും വിളിയും കൂട്ടാൻ നിൽക്കണ്ട. എല്ലാവരും മാറി മാറി പറഞ്ഞ് ഓളെ മനസ്സിൽ വല്ല അവിവേകം തോന്നി എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആജീവനാന്ത് നമ്മളെ ഉള്ളിൽ നിന്ന് ആ ഒരു ഖേദം പിന്നെ തീരുവോ? അത് ശരിയാ. നിക്കുന്നലെ രാത്രി കിടന്നതിന് ശേഷം ഓളെ ഞാൻ ഒരുപാട് ചീത്തറിഞ്ഞതുകൊണ്ടേ എന്തൊക്കെയോ വേണ്ടാത്ത തോന്നിയായിരുന്നു മനസ്സിലേക്ക്. ഞാൻ എന്തായാലും പോയി വിളിച്ചു നോക്കട്ടെ. എന്നാ പഠിച്ചോനെ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുക. കുഞ്ഞോളെ, കുഞ്ഞോളെ, കുഞ്ഞോ കുഞ്ഞോളെ, 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 കുഞ്ഞോളെ. സൽമാത്ത,
മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. പ്രശ്നങ്ങളെ അതിജീവിക്കുന്നവരാണ് വിജയം. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി മരണത്തിൽ അഭയം തേടുന്ന എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ: നമ്മളെക്കാൾ ഉയർന്നവരെക്കുറിച്ച് ചിന്തിക്കാതെ താഴ്ന്നവരെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളെക്കാളേറെ കഷ്ടതകളും യാതനകളും അനുഭവിക്കുന്ന ഒട്ടനവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. ദൈവം നമുക്ക് നൽകിയ ആയുസ് മുഴുവൻ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ ജീവിച്ചു തീർക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനിവിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ മസ്സലാമ.